അഡ്വക്കേറ്റ് സതീഷ് വസന്ത് അങ്ങയിലേക്ക് ഒന്ന് വരുന്നു. ഇത് കേരള പോലീസാണ്, ജനങ്ങളെ സംരക്ഷിക്കേണ്ട സേനയാണ്. ഇവരെന്തിനാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നൊരു പൂക്കളത്തിൽ രേഖപ്പെടുത്തിയത് കണ്ടുടനെ കേസെടുക്കുന്നത്? അതും 2 സൈനികർ അടക്കമുള്ളവരാണ്, ഈ കണ്ടാൽ അറിയുന്നവർ. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ തലയ്ക്ക് നേരെ ചൂണ്ടിയ തോക്കിനുള്ള മറുപടിയായിരുന്നു, പൊലിഞ്ഞ ജീവനുകൾക്കുള്ള മറുപടിയായിരുന്നു, പൊലിഞ്ഞ സിന്ദൂരത്തിനുള്ള മറുപടിയായിരുന്നു. അതിൽ അഭിമാനം കൊള്ളണ്ടേ? അതിൽ നിന്ന് ഉത്തേജനം ഉൾക്കൊള്ളണ്ടേ എല്ലാ സേനാ വിഭാഗങ്ങളും? അഡ്വക്കേറ്റ് സതീഷ് വസന്ത്. പ്രദീപിള്ള, ഇപ്പം നേരത്തെ സംസാരിച്ച നിഖിൽ അദ്ദേഹത്തിന് അതിൻ്റെ ഉത്തരം ആദ്യമേ തന്നു കഴിഞ്ഞു. കാര്യം എന്താണ്? ആ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഉപദേശക സമിതി അത് ഭരിക്കുന്നത് CPM-ൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ആൾക്കാരെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ക്ഷേത്രത്തിൽ എങ്ങനെയാണ് ഈ 2 കക്ഷികൾ മാത്രം വരണമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് പിന്നെ നമുക്ക് പരിശോധിക്കാം. പക്ഷേ ഈ ഉപദേശ സമിതിയായിട്ട് ഈ ചെറുപ്പക്കാർ നേരത്തെ തന്നെ ഒരു ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂവിൻ്റെ പുറത്ത് അതിനുശേഷമാണ് ഈ അത്തപ്പൂക്കളം വന്നത്. നോക്കൂ, ഈ കേരള പോലീസ് നേരെ ചെന്ന് ഇവരുടെ പേരിൽ കേസെടുത്തു ഇല്ലല്ലോ. അവിടെ ഒരു പരാതി ഉയർന്നു. ആ പരാതി പോലീസ് സ്റ്റേഷനിലെത്തുകയും ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വന്നാണ് ഇവരുടെ അടുത്ത് അത് മാറ്റാൻ പറയുന്നത്. നോക്കൂ, നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് നമ്മളെ ഇന്ത്യയിലെ അഭിമാനമാണ്, ഇല്ലയെന്നൊന്നും ആരും പറയില്ല. പക്ഷേ അത് എവിടെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള പ്രശ്നത്തിന് വരുമ്പോൾ ഇത് ഒരു രാഷ്ട്രീയപരമായിട്ട് കാര്യങ്ങൾ വരുന്നത്. നോക്ക്, ഒരു അത്തപ്പൂക്കളാണ് ഓണത്തിൻ്റെ. നോക്ക്, ഇവർ ഏത് ഇത് ഭാവിയിൽ ജീവിക്കുന്നത് എനിക്കറിഞ്ഞില്ല. ഒരു അത്തപ്പൂക്കളം എന്നത് ഇവർ പറയുന്ന കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടത്തിക്കൊണ്ട് വരുന്നതാണ് ഈ അത്തപ്പൂക്കളൊന്നും. ഈ വർഷം മാത്രം എന്താണ് ഈ സിന്ദൂറിൻ്റെ ഇത് വരുന്നത്, അവിടെ ഒരു കാവിക്കൊടി വരുന്നത്, അവിടെ തൊട്ട് ബാക്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളത് 50 മീറ്ററിൻ്റെ അകത്ത് ശിവജിയുടെ പടം വരുന്നത്. നോക്കൂ, ഇതെന്ന് വെച്ചാൽ ഓണാഘോഷം എന്ന് പറയുന്നത് ഈ ലോകത്തെമ്പാടും മലയാളികളുടെ ഒരു ആഘോഷമാണ്. അതിന് ജാതിയുടെയോ മതത്തിൻ്റെയോ ഒന്നുമില്ല, എല്ലാവരും ഒരു ആഘോഷിക്കുന്ന ഒരു മലയാളിയുടെ ആഘോഷമാണ് ഓണാഘോഷം. അവിടെ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം വന്നത്. എന്തിനാണ് നിങ്ങൾ അത്തപ്പൂക്കളത്ത് നിങ്ങൾ വീട്ടിലിടൂ, ഈ സൈനികന്റെ വീട്ടിൽ കാര്യങ്ങൾ ഞങ്ങളോട് ചോദിച്ചോളൂ. ഒന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂർ മാറ്റാൻ കേരള പോലീസ് പറയുന്നത് എന്തിനാണ്? ഇതേപോലെ ഒരു മിനിറ്റ്, കോൺഗ്രസും CPM-ഉം ചേർന്നാണ് ഭരിക്കുന്നതെന്ന് പറഞ്ഞു, അത് തന്നെ ഒരു ശരികേടാണ്. 2, നിങ്ങൾ വീട്ടിൽ ചെന്നിടുന്നു എന്ന് പറയുന്നത് അങ്ങ് പിൻവലിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഹാലിളകുന്നത്? ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുമ്പോൾ അങ്ങ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഇന്ത്യ മുന്നണിയിൽ അടക്കം ഉള്ള നേതാക്കളാണ് ലോകമെമ്പാടും സഞ്ചരിച്ച് എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ബോധ്യപ്പെടുത്തിയത്. ഇന്നിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് പാകിസ്ഥാന്റെ സഖ്യകക്ഷി എന്ന് ധരിച്ചിരുന്ന ചൈനയ്ക്ക് പോലും ബോധ്യപ്പെട്ടിരിക്കുന്നു. ചൈന ആ നിലപാടിനൊപ്പം നിൽക്കുന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദം അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനത്തിൽ ചൈന ഒപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ടിടൂ എന്നുള്ള പ്രയോഗം അങ്ങ് പിൻവലിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങനെയൊന്നും പറഞ്ഞു ശീലിക്കരുത്, വാദത്തിന് വേണ്ടി പോലും അങ്ങനെയൊന്നും പറഞ്ഞു ശീലിക്കരുത്. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ഓപ്പറേഷൻ സിന്ദൂർ നിങ്ങൾ വീട്ടിൽ കൊണ്ടിടൂ എന്നുള്ള വർത്തമാനം അങ്ങ് പറയരുത്. അത് വീട്ടിലിട്ടാൽ അത് പ്രശ്നമാവൂലായിരുന്നു എന്നാണ് പറയുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ? നമ്മളെ സ്വന്തം വീട്ടിൽ ആ പട്ടാളക്കാരൻ അല്ലെങ്കിൽ ആ സൈനികന്റെ വീട്ടിൽ ഒരു അത്തമിട്ടിട്ട് നമുക്ക് മോശമാണത്. അല്ലല്ല, സൈനികന്റെ വീട്ടിൽ ഇട്ടിട്ട് ഇത് ഇടുമ്പോൾ പ്രശ്നം വരില്ലായിരുന്നു. ഇതൊരു പബ്ലിക്കായിട്ട് ഇടുമ്പോൾ ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഒളിച്ചു വെക്കേണ്ട ഒന്നാണെന്നാണ് അങ്ങ് പറയുന്നത്. ഞാൻ അതിൽ പറഞ്ഞത്, എവിടെ ഈ സിന്ദൂർ, ഞാൻ പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ ആരെങ്കിലും തള്ളി പറയുന്നു? ഏതെങ്കിലും മതവിഭാഗങ്ങൾ തള്ളി പറഞ്ഞു? ഇന്ത്യയിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ തള്ളി പറഞ്ഞു? അല്ലല്ലോ. ഓപ്പറേഷൻ സിന്ദൂറിനെ തരം പോലെ ഇന്ത്യ മുന്നണിയിലെ പല കക്ഷികളും തള്ളി പറഞ്ഞിട്ടുണ്ട്.